നമസ്കാരം. ഈ കാണുന്ന വ്യക്തി നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു 5000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ വീഡിയോസ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ഈ പറയുന്ന പോലെ നമ്മൾ ഈ വ്യക്തിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അന്ന് തമാശ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. നിലവിൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വ്യക്തിനെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് ഇതിനുള്ള ഒരു പുള്ളിയുടെ ആ സംസാര രീതിയിൽ അത് വീണു പോയിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് തെറ്റാണ് എങ്കിൽ പോലും ഇത് നാളെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഷോപ്പിൽ ഈ വ്യക്തി വരും, ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തും. കാരണം ഇതിനു മുൻപും പല വീഡിയോസിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ, വേണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നാളെ നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന സമയത്താണെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഷോപ്പ് നടത്തുന്ന ആളുകളാണെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ ഈ വ്യക്തിനെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അതിനുള്ള ഒരു ബോധവൽക്കരണമെങ്കിലും നടത്തുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിൽ എത്തിക്കുക. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ഷോപ്പിൽ ഈ വ്യക്തി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മളിത് മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ്, പല വീഡിയോസും പുള്ളിയുടെ തന്നെ. അപ്പം ഇതുവരെ പുള്ളിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു കഴിവായിട്ട് പുള്ളി വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ, വേണമെന്ന് വെച്ചാൽ വ്യക്തിയെ കണ്ടുപിടിക്കാം. എൻ്റെ 5000 രൂപ പോയതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഇത് വ്യക്തമായിട്ട് പുള്ളിയുടെ വിഷ്വലും ഈ പറയുന്ന മാസ്ക് പോലും വെക്കാതെ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് പുള്ളി തട്ടിപ്പ് നടത്താൻ കാണിക്കുന്ന ധൈര്യം, അത് നമ്മൾ ഒന്ന് ശ്രമിച്ച് പുള്ളിയെ പിടിക്കാനുള്ള ഒരു വകുപ്പ് എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ നടക്കും. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ വലിയ ഉപകാരം.